മക്കൾ സെൽവൻ വിജയ് സേതുപതി. തമിഴ് സിനിമയിൽ ഒറ്റ സിനിമ കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ടോ ഉണ്ടായൊരു ബ്രാൻഡല്ല മക്കൾ സെൽവൻ വിജയ് സേതുപതി എന്നത്. വർഷങ്ങളോളം നീണ്ട അധ്വാനവും അതിനപ്പുറം ഊണിലും ഉറക്കത്തിലും സിനിമ എന്ന സ്വപ്നവുമാണ് ആ യുവാവിനെ ഇന്ന് മക്കൾ സെൽവൻ വിജയ് സേതുപതിയാക്കി മാറ്റിയിട്ടുള്ളത്. 2010 മുമ്പ് ക്രെഡിറ്റഡും അൺക്രെഡിറ്റഡുമായിട്ടുള്ള നിരവധി വേഷങ്ങൾ വിജയ് സേതുപതി നമുക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ജേർണിയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആക്കി നിർത്തിയത് സിനിമ എന്ന ഫാക്ടർ മാത്രമാണെന്ന് പറയേണ്ടി വരും. ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ മികച്ച നടന്മാരിൽ ഒരാളാണ് വിജയ് സേതുപതി. അതിലും അപ്പുറം മികച്ച കൊമേഴ്ഷ്യൽ വിജയങ്ങളുടെ ഭാഗമായിരുന്ന ഒരു വിജയ് സേതുപതിയെ നമുക്ക് കാണാനും സാധിക്കും. അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫേസിലൂടെയാണ് അദ്ദേഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നായകനായി ഒരു വശത്ത് സിനിമകൾ ഇറങ്ങുമ്പോഴും മറുവശത്ത് വില്ലൻ വേഷങ്ങളിലും ക്യാമിയോ വേഷങ്ങളും ഒക്കെ തകർത്താടുന്ന ഒരു വിജയ് സേതുപതിയെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എന്നിരുന്നാലും ചില സിനിമകൾക്ക് ചില വിധികളുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. അങ്ങനെ തമിഴ് സിനിമയിലെ ഒരു നടൻ്റെ ഫിലിമോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ ലേറ്റ് റിലീസുകൾ വന്നിട്ടുള്ള ഒരു നടൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ പ്രേക്ഷകർക്ക് പറയാനുള്ളത് വിജയ് സേതുപതിയുടേതാണ്. കാരണം സിനിമ അനൗൺസ് ചെയ്ത് ഷൂട്ട് കഴിഞ്ഞ് അത് റിലീസാവുന്ന സമയമൊക്കെ വലിയ രീതിയിൽ ഡിലേ ആവുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ ജനപ്രീതി നേടുന്നതിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. കാരണം ഒട്ടനവധി സിനിമകൾ ലേറ്റ് റിലീസായിട്ട് കുറച്ച് ഔട്ട്ഡേറ്റഡ് സിനിമയായിട്ട് മാറിയിട്ടുള്ള ചരിത്രങ്ങൾ വിജയ് സേതുപതിയുടെ ഫിലിമോഗ്രഫിയിലുണ്ട്. അങ്ങനെ ആ ഒരു നടൻ വീണ്ടും പോളിഷ് ചെയ്ത് നമുക്ക് മുന്നിൽ വ്യത്യസ്ത വേഷങ്ങൾ എത്തുമ്പോഴത്തേക്കും അദ്ദേഹത്തിനും നമുക്കും സിനിമയോടുള്ള ആവേശം തീരെ കുറയാത്തൊരു കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. 2010 വിജയ് സേതുപതി ആദ്യമായി നായകനായി എത്തിയ സിനു രാമസ്വാമിയുടെ തെന്മർക്ക് പർവാക്കാട്ട് എന്ന ചിത്രം റിലീസാകുന്നതും സിനിമാ പ്രേമികളുടെ ഇടയിൽ ശ്രദ്ധ നേടുന്നതും. അതിനുശേഷം കരിയറിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് 2012 ആദ്യമായി വില്ലൻ വേഷത്തിലെത്തിയ സുന്ദരപാണ്ഡ്യനും പിന്നീട് വന്ന പിസയും നടുവിലെ കൊഞ്ചം പക്കാത്ത് കാണുമൊക്കെ പ്രേക്ഷകരുടെ വിജയ് സേതുപതി എന്ന പേര് സുപരിചിതമാക്കി. 2013 ഇതേ വിജയകഥ തുടർന്നു. സൂതുകാവും ഇതൊക്കെ താൻ ആസപ്പെട്ട ബാലകുമാരവും അദ്ദേഹത്തിന് പോലും കരിയറിൽ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് സാധിക്കുന്ന തരത്തിൽ അതിഗംഭീര പ്രകടനത്തോടുകൂടി വലിയ വിജയങ്ങളായി മാറി. തമിഴ് സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി കഥാപാത്രങ്ങൾ എടുത്താൽ കിഡ്നാപ്പർ ദാസും സുമാർ മുഞ്ചി കുമാറും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. 2014, 15, 16 കാലയളവിൽ കൊമേഴ്ഷ്യൽ വിജയങ്ങളോടൊപ്പം ചെറിയ ക്യാൻവാസിൽ ഒരുങ്ങിയ കണ്ടന്റ് സിനിമകളുടെ മുഖമായി മക്കൾ സെൽവൻ വിജയ് സേതുപതി മാറി. അതിനിടയിൽ വന്ന സേതുപതിയും 400 റൗഡിദാൻ പോലുള്ള വലിയ കൊമേഴ്ഷ്യൽ സിനിമയും വിജയ് സേതുപതി എന്ന താരത്തിനെ വാർത്തെടുത്തു. കവനും ധർമ്മദുരയും ആണ്ടവൻ കാട്ടിലെയും പാണ്ഡ്യരും പത്മിനിയും ഒക്കെ സിനിമാ പ്രേമികളുടെ ഇടയിൽ ആഘോഷിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ 2017 വിജയ് സേതുപതിയുടെ കരിയറിൽ ആദ്യത്തെ പ്രോപ്പർ മൾട്ടി സ്റ്റാർ ചിത്രം വരുന്നത്. ആർ മാധവൻ വിജയ് സേതുപതി കോമ്പിനേഷനിൽ ഒന്നിച്ച വിക്രം വേദ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായിട്ട് മാറി. വിജയ് സേതുപതി ഒരു നടന്റെ കരിയറിലെ പാൻ റീച്ച് കിട്ടുന്നതിലും ഈ ഒരു സിനിമ വലിയ രീതിയിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിൽ അതിന് മുമ്പും ശേഷം എന്ന് പലതവണ വിലയിരുത്താൻ പറ്റുന്ന ഒരു വേഷമായിട്ട് അത് മാറുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഫോളോ അപ്പ് എന്ന പോലെ 2018 അടുത്തൊരു മികച്ച ചിത്രമായിട്ട് വിജയ് സേതുപതി വരുന്നുണ്ട്. അത് 96 റാമിൻ്റെയും ജാനുവിൻ്റെയും ജീവിതം പ്രേക്ഷകർ അത്രത്തോളം സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല നഷ്ടപ്രണയത്തിന് ഇത്രത്തോളം മനോഹാരിത ഉണ്ടെന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമ കൂടി ആകുന്നുണ്ട് 96. വിവിധ ഭാഷകളിലേക്ക് ചിത്രം റീമേക്കും ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും വിജയ് സേതുപതിയുടെ ആ ഒരു ഒറിജിനാലിറ്റി മാച്ച് ചെയ്യാൻ പലരും പരാജയപ്പെടുന്ന അല്ലെങ്കിൽ പലരും കഷ്ടപ്പെടുന്ന കാഴ്ചയും നമുക്ക് കാണാനും ഇടയായിട്ടുണ്ട്. 96 വലിയ വിജയത്തിനു ശേഷം വിജയ് സേതുപതിയുടേതായി ഒരു സിനിമ തിയേറ്റർ റിലീസാകുന്നത് പേട്ടയാണ്. രജനികാന്തിന്റെ വില്ലനായി പേട്ടയിൽ എത്തിയത് കരിയറിൽ വലിയ നിർണായക വഴിത്തിരിവായി മാറി. വിജയ് സേതുപതിയുടെ വില്ലൻ വേഷം പേട്ടയുടെ വിജയത്തിൽ നിർണായകമായി മാറുകയും ചെയ്തു. തൊട്ടു പിന്നാലെത്തിയ സൂപ്പർ ഡിലക്സിലെ കഥാപാത്രം കഴിഞ്ഞ ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളൊന്നായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ മികച്ച രീതിയിൽ കരിയർ മുന്നോട്ട് പോകുമ്പോഴാണ് കോവിഡ് വരുന്നതും ഇൻഡസ്ട്രി മൊത്തമാകെ നിന്നു പോകുന്നതും. കോവിഡിന് ശേഷമാണ് വിജയ് സേതുപതി സിനിമകൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തുന്നതിൽ വലിയ രീതിയിൽ വ്യത്യാസം സംഭവിച്ചത്. കാരണം പല സിനിമകളും ജനശ്രദ്ധ നേടുന്നതിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ടു. കാപ്പേ രണസിംഹം, ലാഭം, അനബലെ സേതുപതി, തുക്ലക് ദർബാർ പോലുള്ള സിനിമകൾക്കൊന്നും വലിയ രീതിയിലുള്ള ജനശ്രദ്ധ നേടാൻ സാധിച്ചിട്ടില്ല. അതേസമയം ചില കടസി വ്യവസായ പോലുള്ള സിനിമകൾക്ക് വലിയ രീതിയിലുള്ള അപ്രീസിയേഷൻസ് ലഭിച്ചുവെങ്കിലും
അദ്ദേഹം തന്നെ ബോക്സ് ഓഫീസിൽ ആ സിനിമ വലിയ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാലയളവിലാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന കാത്തുവാക്കളുടെ 2 കാതൽ റിലീസാകുന്നത്. നാനൂറ് റൗഡിദാൻ കോമ്പിനേഷൻ വീണ്ടും ഒന്നിക്കുന്നു എന്നുള്ള പ്രത്യേകതയായിരുന്നു ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നത്. ബോക്സ് ഓഫീസിൽ ഈ ചിത്രം വിജയം നേടിയെങ്കിലും ജനശ്രദ്ധ നേടുന്നതിൽ ഒരു സമ്മിശ്ര, ഒരു ആവറേജ് ക്രോസർ മാത്രമായിട്ട് ചിത്രം നിലനിൽക്കുന്നുണ്ടായിരുന്നു. പാട്ടുകളും ചില സീനുകളും സിനിമാറ്റോഗ്രാഫി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ ചിത്രം ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ചിലർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചിലരുടെ മാത്രം ചോയ്സ് ആയിട്ടുള്ള ഒരു ചിത്രമായിട്ട് കാത്തുവാക്കളുടെ 2 കാതൽ മാറുന്നുണ്ട്. അതിനുശേഷം വന്ന ചില സിനിമകളൊക്കെ ക്രിട്ടിക്സിൻ്റെ ഇടയിലൊക്കെ വലിയ തരംഗം ഉണ്ടാക്കിയെങ്കിലും പക്ഷെ ബോക്സ് ഓഫീസിലടക്കം ഒരു സാധാ സിനിമയായിട്ട് അല്ലെങ്കിൽ ഒരു നോർമൽ ചിത്രമായിട്ട് അത് കടന്നു പോവുകയാണ് ഉണ്ടായത്. ഈ കാലയളവിലാണ് വില്ലൻ വേഷങ്ങളിലും ക്യാമിയോ അപ്പിയറൻസിലൊക്കെ വിജയ് സേതുപതി വലിയ രീതിയിൽ സജീവമാകുന്നത്. 2021 ആദ്യം വരുന്ന മാസ്റ്ററും തൊട്ടടുത്ത് വരുന്ന ഉപ്പേണയും ഒക്കെ അദ്ദേഹത്തിൻ്റെ വില്ലൻ വേഷത്തെ വലിയ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതാണ് കണ്ടത്. പിന്നീട് വന്ന 2022 വിക്രത്തിനും 2023 ജവാനും ബോക്സ് ഓഫീസിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. എന്നിരുന്നാലും നമ്മൾ മിസ് ചെയ്യുന്ന ഒരു വിജയ് സേതുപതി ഉണ്ട്. 2012 മുതൽ 2018 വരെ നമുക്ക് സ്വന്തമായിരുന്ന മക്കൾ സെൽവൻ വിജയ് സേതുപതി. ഇപ്പോൾ വരാനിരിക്കുന്ന സിനിമകളിലും അത്തരത്തിൽ നമുക്ക് ആ ഒരു വിൻറ്റേജ് സേതുപതിയെ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയോടെ കൂടെ തന്നെയാണ് പലരും കാത്തിരിക്കുന്നത്. കാരണം വീണ്ടും ആ ഒരു വിജയ് സേതുപതിയെ കാണാനുള്ള വിദൂരമല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് പ്രൊജക്റ്റുകൾ അദ്ദേഹം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനി ചിലപ്പോൾ വില്ലൻ വേഷങ്ങളും ക്യാമിയോ വേഷങ്ങളും അദ്ദേഹം ചെയ്യില്ല എന്ന തരത്തിലുള്ള റൂമറുകളൊക്കെ ഇപ്പോഴും ശക്തമാണ്. സോ ഒരു കാലത്തെ ചെറിയ കണ്ടന്റ് സിനിമകളുടെ മുഖമായിരുന്ന വിജയ് സേതുപതി തന്നെയാണ് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ആ വിജയ് സേതുപതിയെ ഒരിക്കൽ കൂടെ കാണാൻ സാധിക്കുന്ന പ്രതീക്ഷയോട് കൂടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിജയ് സേതുപതി സിനിമ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക. നന്ദി, നമസ്കാരം.